US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയുമായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏകാധിപതി ചമഞ്ഞ് വീരവാദങ്ങൾ മുഴക്കുന്ന ട്രംപിന് കൃത്യസമയത്ത് തിരിച്ചടികൾ നൽകുകയാണ് രാജ്യങ്ങൾ. ഒരു കാലത്ത് എന്ത് കാര്യത്തിലും ആഗോള പോലീസ് ചമയുന്ന അമേരിക്കയുടെ സ്ഥാനം പതിയെ ഇല്ലാതാകുന്നു എന്ന സൂചനകളാണ് അടുത്തിടെയായി പുറത്തുവരുന്നത്. ഇറാൻ ആണവ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നതിനെതിരായാണ് കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഭീഷണി മുഴക്കിയിരുന്നത്. ആണവ പദ്ധതി വീണ്ടും ആരംഭിച്ചാൽ സമ്പൂർണ്ണ നാശമായിരിക്കും നേരിടേണ്ടി വരിക എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് സൂചിപ്പിച്ചിരുന്നത്. ഇറാനെതിരെ ആക്രമണം നടത്തിയാൽ നോക്കി നിൽക്കില്ലെന്നും കഠിനമായ പ്രതികരണം ഉണ്ടായിരിക്കുമെന്നും മസൂദ് പെസഷ്കിയാൻ ട്രംപിന്റെ പേര് പറയാതെ സൂചിപ്പിച്ചു. ഏതെങ്കിലും അടിച്ചമർത്തൽ ആക്രമണത്തോടുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രതികരണം കഠിനവും ഖേദകരവുമായിരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ മിസൈൽ ശേഷിയും പ്രതിരോധവും നിയന്ത്രിക്കാവുന്നതോ അനുമതി അടിസ്ഥാനമാക്കിയുള്ളതോ അല്ല. ഏതൊരാക്രമണത്തിനും അതിന്റെ ആസൂത്രകരുടെ ഭാവനയ്ക്ക് അതീതമായി ഉടനടിയുള്ള കഠിനമായ പ്രതികരണം ഉണ്ടായിരിക്കുമെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ പെസഷ്കിയാൻ കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം തിങ്കളാഴ്ച ഫ്ലോറിഡയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ടെഹ്റാന്റെ ആണവ പദ്ധതിയെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഫോർദോ, ഇസ്ഫഹാൻ, നദൻസ് എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക സൈനിക ആക്രമണം നടത്തിയിരുന്നു. അതേസമയം ജൂണിൽ US നടത്തിയ രഹസ്യ ആക്രമണത്തിൽ 3 കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തതിനെ തുടർന്ന് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ട്രംപ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വരുത്തിയ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു. പ്രാരംഭ ക്ലാസിഫൈഡ് വിലയിരുത്തലിൽ ആക്രമണങ്ങൾ ടെഹ്റാന്റെ ആണവ പദ്ധതിയെ മാസങ്ങളുടെ പിന്നോട്ടടിച്ചതായി കണ്ടെത്തി. അതേസമയം ട്രംപ് പറഞ്ഞു, ഇത് അടിസ്ഥാനപരമായി പതിറ്റാണ്ടുകൾ പിന്നോട്ടു പോയി. പണിമുടക്കുകളെ കുറിച്ചുള്ള ഒരു രഹസ്യ വിവരണത്തിനു ശേഷം ചില ഡെമോക്രാറ്റിക് നിയമനിർമ്മാതാക്കൾ വാദിച്ചു നേടിയ വിജയത്തിന്റെ തോത് സംബന്ധിച്ച് മിസ്റ്റർ ട്രംപ് അമേരിക്കൻ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ്. ആവശ്യമാണെന്ന് കരുതുന്നുവെങ്കിൽ ഇറാനെതിരെ മറ്റൊരു US ആക്രമണത്തിന് ഉത്തരവിടാമെന്ന് ട്രംപ് തിങ്കളാഴ്ചയാണ് നിർദ്ദേശിച്ചത്. ഇത് സ്ഥിരീകരിച്ചാൽ അവർക്ക് അതിന്റെ അനന്തരഫലങ്ങൾ അറിയാം. അതിന്റെ അനന്തരഫലങ്ങൾ വളരെ ശക്തമായിരിക്കും, ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേക്കാൾ ശക്തമായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരെ കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാൻ പതിറ്റാണ്ടുകളായി തുടർച്ചയായ US ഭരണകൂടങ്ങളെ സമ്മർദ്ദത്തിലാക്കിയ നെതന്യാഹുവുമായുള്ള തിങ്കളാഴ്ചത്തെ അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറാൻ അതിന്റെ കഴിവുകൾ പുനർനിർമ്മിക്കുന്നുണ്ടെന്ന് താൻ കേട്ടതായി ട്രംപ് പറഞ്ഞു. ഇറാനിൽ നിന്നും ഇസ്രായേലിലേക്കുള്ള ഭീഷണികൾ കുറയ്ക്കുന്നതിനാണ് നെതന്യാഹു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിലേറിയ ഏകദേശം 30 വർഷമായി അങ്ങനെ തന്നെയാണ്. ഒബാമ ഭരണകൂടത്തിലെ മുൻ ഉന്നത ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥയും CBS ന്യൂസ് ദേശീയ സുരക്ഷാ സംഭാവകയുമായ സാമന്ത വിനോഗ്രാഡ് ചൊവ്വാഴ്ച വ്യക്തമാക്കി. എന്നാൽ ഇറാന്റെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്നും അവരുടെ കഴിവുകൾ എന്താണെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വ്യത്യസ്ത ഇന്റലിജൻസ് വിലയിരുത്തലുകൾ ഉണ്ടായിരിക്കാമെന്നും കൂട്ടിച്ചേർത്തു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്ന വേനൽക്കാലത്ത് US നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി. എന്നിരുന്നാലും ബോംബ് പൊട്ടിക്കാൻ ഉപയോഗിക്കാവുന്ന ഉയർന്ന സമ്പുഷ്ടമായ യുറേനിയം ഇറാൻ കൈവശം വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണെന്ന് പാശ്ചാത്യ ലോകത്തിന് സൂചന നൽകുന്നതിനായി രാജ്യത്തെ ഒരു സ്ഥലത്തും ഇനി യുറേനിയം സമ്പുഷ്ടമാക്കുന്നില്ലെന്ന് ഇറാൻ തറപ്പിച്ചു പറഞ്ഞു. US ഇന്റലിജൻസ് ഏജൻസികളും ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും വിലയിരുത്തിയത് 2003 ഇറാൻ അവസാനമായി ഒരു സംഘടിത ആണവായുധ പദ്ധതി നടത്തിയിരുന്നെങ്കിലും ടെഹ്റാൻ 60% വരെ യുറേനിയം സമ്പുഷ്ടമാക്കുന്നത് തുടർന്നു. ഇത് 90% എന്ന ആയുധ ഗ്രേഡ് നിലവാരത്തിൽ നിന്നും ഒരു ചെറിയ സാങ്കേതിക ചുവടുവയ്പ്പാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.